ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നമ്മുടെ നികേഷ് സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നാളെ നിങ്ങൾ എപ്പോഴാണ് പുറപ്പെടണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തോടാന്നൊക്കെ പറയണ്ട. ആ സമയത്ത് ഏട്ടത്തേക്ക് വരുമല്ലോ, ഏട്ടത്തേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല വരും, എന്താ ഇവിടുത്തെ നാട്ടുകാരെയും കൊണ്ട് ഇരിക്കുക പുറത്തില്ല, ആൾക്കാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട ഏട്ടാ, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാം പെണ്ണുങ്ങൾ വാഴാത്ത വീട് എന്നൊക്കെ അല്ലേടാ, അവിടെ ഒരു പെണ്ണ് വന്ന് നിന്നാൽ പിറ്റേ ദിവസം ഓടിപ്പോകുന്നൊക്കെ അല്ലേ, എനിക്കറിയാം, ഞാൻ എന്തായാലും വരിക. എന്തായാലും സുധീഷ് വേഗം നികേഷിന് ഒഴിവാക്കിയിട്ട് ഫോൺ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷും നികേഷും കൂടിയും കല്യാണ റിസപ്ഷൻ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നാട്ടുകാരോട് മുഴുവൻ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് റിസപ്ഷൻ, എല്ലാവരും വരണേന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കേണ്ട. ആ സമയത്ത് അങ്ങനെ തന്നെ നമ്മുടെ വലിയച്ഛനെയും അമ്മായിനെയും ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താണ് അങ്ങോട്ട് വന്നിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പോയ പെണ്ണിനി തിരിച്ച് വരില്ല എന്ന് പറയാനാണോ വന്നത്, അതോ അവർ തമ്മിൽ കൂട്ടി ഒന്നിപ്പിക്കാൻ മധ്യസ്ഥതയ്ക്ക് വന്നത്? എന്തായാലും ഞങ്ങൾ വരില്ല, ഞങ്ങൾ അപ്ലൈ പറഞ്ഞില്ല, നിനക്കൊന്നും ഒരിക്കലും പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറയുന്നില്ലേ, നീ എന്തിനാണ് പിന്നെ വന്നത്, കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായി, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സുനന്ദ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് പറയുന്നുണ്ട്, വൈകുന്നേരം ഞങ്ങൾക്ക് കുടുംബക്കാർ വേറെ ആരുമില്ല, നിങ്ങളെ ഞങ്ങൾ കല്യാണ റിസപ്ഷന് ക്ഷണിക്കാൻ വരണം, എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അരുൺ നിധി അവിടെ തന്നെ അവൻ്റെ ഭാര്യ വീട്ടിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വരണം. എന്തായാലും പുറത്തേക്ക് ആക്കണ സമയത്ത് പറയണം, നീ ഇവിടുന്ന് പോകുന്നു പറയണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെയൊക്കെ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി നിങ്ങൾ വല്ലവൻ്റെയും തലയിൽ എന്നെ കെട്ടി വയ്ക്കാൻ നോക്കണം, അതൊക്കെ ഞാൻ സഹിച്ചിരിക്കണം അല്ലേ, എനിക്ക് അതൊന്നും സഹിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട. ആ സമയത്ത് ഇനി നിൻ്റെ ഇവിടെ ഒരു വർത്താനം കേൾക്കണം, നീ ഇവിടെ നിന്ന് കടന്നു പോകുമെന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞു, ഞാൻ എന്തായാലും അച്ഛനെ കണ്ടിട്ടേ പോളൂ, നിന്നെ അച്ഛനെ കാണാൻ ഒട്ടും താല്പര്യമില്ല, നീ ഇവിടുന്ന് കടന്നു പോകും, നിന്നെ ഇവിടെ ആർക്കും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളെ ഉന്തിട്ട് പുറത്തേക്ക് ആക്കണ്ട. ആ സമയത്ത് നമ്മൾക്ക് അപ്പോഴേക്ക് ഉന്തി പുറത്താക്കുന്ന സമയത്താണ് നമ്മുടെ സുധീഷ് വന്നിട്ട് പിടിക്കുന്നത്. സുധീഷിൻ്റെ മേലിൽ പോയി വീഴുന്നുണ്ട്. സുധീഷ് അവളെ രക്ഷയ്ക്കായി എത്തുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനം. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.